പൊങ്കാല തിരക്കണയിലാണ് കഞ്ചാവ് കടത്താനുള്ള ശ്രമം നടന്നത്. അത് തമ്പാനൂരിൽ നിന്ന് 25 കിലോ കഞ്ചാവുമായിട്ട് 4 പേരാണ് നിലവിൽ എക്സൈസിന്റെ പിടിയിലായത്. ജിബിൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമ്മോടൊപ്പം പങ്കുവയ്ക്കും. ജിബിൻ, നല്ല ഒരു സമയം നോക്കി കൃത്യമായി കഞ്ചാവ് കടത്തുക എന്നുള്ള ഉദ്ദേശമായിരിക്കും. എന്തായാലും അത് കൃത്യമായി വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവം? അതായത് നേരത്തെ ലാൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരത്തിന്റെ പോലീസിന്റെ പൂർണ്ണ നിരീക്ഷണവും ആറ്റുകാൽ പൊങ്കാലയും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ പ്രദേശത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലായിരുന്നു പോലീസിന്റെ പൂർണ്ണ ശ്രദ്ധയും. അതുമാത്രമല്ല എക്സൈസിന്റെ ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളും ഈ ഒരു തിരുവനന്തപുരം നഗരത്തെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു. അത്തരത്തിൽ പോലീസിന്റെ ശ്രദ്ധ ഇവിടെ മാത്രമായിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചില സംഘങ്ങൾ കഞ്ചാവ് 30 കിലോ കഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അതായത് ഒഡീഷയിൽ നിന്നുള്ള ഒരു സംഘം കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം 30 കിലോ കഞ്ചാവ് കടത്തുന്നു എന്ന രഹസ്യ വിവരം കേരള എക്സൈസ് എൻഫോഴ്സ്മെന്റിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു അന്വേഷണം നടത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് ട്രെയിനിൽ ഒഡീഷ സ്വദേശികളായ 4 പേർ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. എക്സൈസ് സംഘവും റേഞ്ച് പാർട്ടിയും ഉണ്ടായിരുന്നു. ഇവർ ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. ഇവർ ഈ കഞ്ചാവ് എത്തിച്ചത് തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയായ റെജി ജോർജ് എന്ന വ്യക്തിക്കാണ്. പോലീസ് ഇവരെ, അതായത് ഈ ഒഡീഷ സ്വദേശികളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഈ കഞ്ചാവ് വാങ്ങാനായി എത്തിയ റെജിയും അതോടൊപ്പം തന്നെ റെജിയുടെ സുഹൃത്തായ പൂവച്ചൽ സ്വദേശി ആദിത്യനും ഓട്ടോയിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തായി ഇവരെ കാത്തു നിൽക്കുകയായിരുന്നു. ഇവരെയും ഇപ്പോൾ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ഈ പൊങ്കാല സമയത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും എല്ലാ ശ്രദ്ധ ആ ഒരു ഭാഗത്തേക്ക് ആയിരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ കഞ്ചാവ് കടത്താൻ എത്തിയിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന രഹസ്യ വിവരങ്ങളൊക്കെ തന്നെ അവർ ഈ ഒരു സമയത്തും ശ്രദ്ധയോടുകൂടി തന്നെ ജാഗ്രത പുലർത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒഡീഷയിൽ നിന്നുള്ള ഈ 4 അംഗ സംഘം കടത്തിക്കൊണ്ടുവന്ന ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന 30 കിലോ കഞ്ചാവ് ഇവർ പിടികൂടിയിരിക്കുന്നത്. ഒഡീഷയിൽ കണ്ണ് വെട്ടിച്ച് കഞ്ചാവ് കടത്താനുള്ള ശ്രമത്തിനിടയിലായിരുന്നു ഈ സംഘം പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ജിബിൻ പറഞ്ഞതിൽ നിന്ന് വിശദമാകുന്നത്.